ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ സ്വിഫ്റ്റിനെ മൊത്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. എൻജിൻ മാറി, ഡിസൈൻ മാറി, അങ്ങനെയൊന്നല്ല. ഈ വണ്ടിയുടെ ജനറേഷൻ 1 തൊട്ട് ജനറേഷൻ 4, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ 4th ജനറേഷൻ മോഡൽ ഇറങ്ങിയിട്ടുള്ളൂ, അതുവരെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പം ഞാൻ പ്ലാറ്റ്ഫോം അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ പ്രൈസും അതുപോലെ 2nd ജെൻ, 3rd ജെൻ, 4th ജെൻ ഇത്രയും ജനറേഷൻസ് വന്നതിലുള്ള പ്രൈസിൻ്റെ വ്യത്യാസം, അതുപോലെ ഈ വാഹനത്തിൻ്റെ ജെൻ 1 മോഡലിൻ്റെ വെയിറ്റും, അതുപോലെ ജനറേഷൻസ് മുന്നോട്ട് പോകുന്നതോറും ഈ വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞു വന്നതും, അതുപോലെ ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് മൈലേജിന് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെയൊക്കെ ക്ലെയിംഡ് മൈലേജ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചിരിക്കുമായിരിക്കും, കാരണം അത്രയും വ്യത്യാസമുണ്ട് നമ്മൾ പറഞ്ഞു വരുമ്പം. ഇനി അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എനിക്കറിയാം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അധികം ചെയ്യാറില്ല, എന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഒരു എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം. ഇനിയും നമ്മളിങ്ങനത്തെ വീഡിയോസൊക്കെ തീർച്ചയായും ചെയ്യാൻ നോക്കുന്നതായിരിക്കും. സോ നമുക്കിനി അധികം സമയം കളയാതെ ആ ഒരു കമ്പാരിസണിലേക്ക് പോവാം. ഒരു വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ മൈലേജും പവറൊക്കെ നോക്കുമെങ്കിലും ആദ്യം നമ്മൾ നോക്കുന്നത് അതിൻ്റെ വില നമുക്ക് ഓക്കെ ആണോ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പ്രൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എല്ലാ സ്വിഫ്റ്റിൻ്റെ ജനറേഷൻസിൻ്റെയും പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഒരു ബേസിക്സ് പോലെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ജെൻ 1 സ്വിഫ്റ്റ് ഇന്ത്യയിൽ ഇറങ്ങുന്നത് 2005-ലാണ്. അതിനുശേഷം 2011 2nd ജനറേഷൻ മോഡൽ ഇറങ്ങിയിരുന്നു. 2018 3rd ജനറേഷൻ മോഡൽ വന്നു. ആൻഡ് 2024 4th ജനറേഷൻ മോഡൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ജനറേഷൻ മോഡൽ ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് 3.87 lakhs എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ് ആ ഒരു വാഹനം ഇറങ്ങിയത്. നമ്മളിതിൽ കാണിക്കുന്ന എല്ലാം എക്സ്ഷോറൂം പ്രൈസ് ആണ്, ഓൺ റോഡ് പ്രൈസ് അല്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു റേറ്റിലായിരുന്നു ഈ വണ്ടി ആദ്യകാലത്ത് ഇറങ്ങിയിരുന്നത്. പിന്നെ ടോപ്പ് മോഡൽ ജസ്റ്റ് 4.85 lakhs മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് 2005 ഇത് പെട്രോൾ ഓൺലി ആയിരുന്നു, ഡീസൽ ഇല്ലായിരുന്നു. ഡീസൽ 2007-ലാണ് വന്നത്. പക്ഷേ ഡീസൽ 2007 ഫസ്റ്റ് ജനറേഷനിൽ വന്നപ്പോഴും അവർ ഈ മൊത്തത്തിലുള്ള പ്രൈസ് ഡിഫറൻസ് കുറച്ച് വയ്ക്കാനായിട്ട് ഡീസൽ ZDI കൊടുത്തില്ല. ആകെ VDI മാത്രമേ ഡീസലിൽ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ VDI ABS ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ബേസ് ടു ടോപ്പ് ജസ്റ്റ് 0.98 lakhs വ്യത്യാസം മാത്രമാണ് വരുന്നത്. ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു ഓൾട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ടു പ്രൈസ് ഡിഫറൻസ് വരെ ഇതിലും കൂടുതലാണ്. ആൻഡ് അന്നത്തെ കാലത്ത് ഇത് ആകെ 1-2 വേരിയൻസ് ഒന്നൊന്നുമല്ല, നമുക്ക് പ്രോപ്പറായിട്ട് 3 വേരിയൻസ് ഉണ്ടായിരുന്നു, LXI, VXI, ZXI എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്നാൽ എന്നിട്ട് പോലും പ്രൈസ് ഡിഫറൻസ് 1 ലക്ഷം രൂപയിലും താഴെയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഇനി അടുത്ത 2nd ജനറേഷൻ മോഡലിലേക്ക് പോകാം. 4.22 lakhs ആയി നമ്മുടെ 2nd ജനറേഷൻ മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് അതിൻ്റെ LXIയുടെ പ്രൈസ്. തീർച്ചയായും ജെൻ 1 മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലാണ്. അത് ഉറപ്പായിട്ടും ജനറേഷൻസ് മാറുന്നതനുസരിച്ച് പ്രൈസ് കൂടും. ഇപ്രാവശ്യം ടോപ്പ് മോഡലിൻ്റെ പ്രൈസിലും അത്യാവശ്യം ഡിഫറൻസ് വന്നു. 6.38 lakhs ആണ് ഇതിൻ്റെ ബേസ് ടു ടോപ്പ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഡിഫറൻസ് വരുന്നത്. അതായത് പഴയ മോഡൽ 4.85 lakhs ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ 6.38 lakhs-ലാണ് വന്ന് അവസാനിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഡീസലിൽ അവർ ZDI കൊടുത്തുകൂടിയാണ്. അത് തമ്മിൽ അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസ് വരും, പെട്രോൾ ടു ഡീസൽ. പക്ഷെ എന്തൊക്കെയായാലും 2.16 lakhs ആണ് നമുക്കിപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയാൻ പറ്റുന്ന ഡിഫറൻസ് ആയിട്ട്. ഈ 2nd ജെൻ സ്വിഫ്റ്റിന് ഇതുപോലെ തന്നെ നമുക്കൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയായിരുന്നു 2014. അപ്പോൾ അതിൻ്റെ വില കൂടി 4.42 lakhs ആയി സ്റ്റാർട്ടിംഗ് പ്രൈസ്, 20,000 രൂപ കൂടി 6.95 lakhs ആയി ടോപ്പ് എൻഡിൻ്റെ പ്രൈസ്. അപ്പോൾ അവിടെ നമുക്ക് ബേസ് ടു ടോപ്പ് എൻഡ് ഡിഫറൻസും കൂടി. ഇനി 2018 3rd ജനറേഷൻ മോഡൽ വരുമ്പോൾ വീണ്ടും അതിൻ്റെ പ്രൈസ് ബേസ് മോഡലിനെ അത്യാവശ്യം നന്നായിട്ട് കൂട്ടി. 4.99 lakhs-ലാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് മോഡൽ 8.29 lakhs-ൽ അവസാനിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ബേസ് ടു ടോപ്പ് കമ്പയർ ചെയ്യുന്ന സമയത്ത് 3.3 lakhs-ന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതും എഗെയിൻ ഡീസൽ ഉണ്ടായിരുന്ന സമയത്തുള്ള പ്രൈസാണിത്. നമുക്കത് കഴിഞ്ഞ് 3rd ജനറേഷനിൽ ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു. ഇനീഷ്യലി 3rd ജെൻ സ്വിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ അകത്ത് ഡീസൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2020 BS6 വന്നപ്പോഴാണ് ഒരു ഡീസൽ നിർത്തിയത്. എന്നിട്ട് പോലും നിങ്ങൾ ഒരു പ്രൈസ് ഡിഫറൻസ് നോക്കുക. നമുക്ക് 3rd ജെൻ സ്വിഫ്റ്റിൻ്റെ ഫേസ് ലിഫ്റ്റിൽ 5.73 lakhs-ൽ സ്റ്റാർട്ട് ചെയ്ത് 8.41 lakhs വരെ ഇത് പോകുന്നുണ്ട്. മറ്റത് ഡീസലിൻ്റെ പ്രൈസാണ്. ഇതിപ്പം പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് ആയിരിക്കും മിക്കവാറും അവർ കാണിക്കുന്നത്. അപ്പോൾ എത്രയും ഡിഫറൻസ് നമുക്ക് എന്നിട്ടും വരുന്നുണ്ട്. പക്ഷേ ബേസ് ടു ടോപ്പ് പ്രൈസ് ഡിഫറൻസ് കുറഞ്ഞു, 2.68 lakhs ആയി, കാരണം ഡീസൽ പോയി. ഇനി അടുത്ത 4th ജനറേഷൻ സ്വിഫ്റ്റ്, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്വിഫ്റ്റിൻ്റെ പ്രൈസ് 6.49 lakhs-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് പണ്ട് ജനറേഷൻ 1 വന്ന മോഡലിൻ്റെ പ്രൈസും ഇപ്പോൾ വരുന്ന മോഡലിൻ്റെ പ്രൈസും കൂടെ കമ്പയർ ചെയ്യുക. 3.87 lakhs-ലാണ് തുടങ്ങിയ വണ്ടിയാണ് ഇപ്പോൾ 6.49 lakhs-ആയിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 2 times കൂടുതൽ വ്യത്യാസം ഉണ്ടെന്ന് പറയാം. എക്സാക്റ്റ് ആയിട്ടില്ല, 1.8 times-നടുത്തൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ എന്നാൽ പോലും നല്ല ഡിഫറൻസ് നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ കാണാം. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം 19 വർഷം മുമ്പുള്ള വണ്ടിയുടെ പ്രൈസ് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്തത്. എനിവേ ഇതിൻ്റെ ടോപ്പ് മോഡൽ 9.64 lakhs ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും ഒരു ബേസ്ഡ് ടോപ്പ് തമ്മിലുള്ള പ്രൈസ് നല്ല വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. 3.15 lakhs-ൻ്റെ വ്യത്യാസമാണ് നമുക്കിപ്പോൾ വരുന്നത്. ഒരു കാലത്ത് പെട്രോൾ ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസും അതുപോലെ ഡീസൽ ടോപ്പ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് തമ്മിൽ വരെ 3.3 lakhs-ൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ബേസ്ഡ് ടോപ്പിൽ. ഇപ്പോൾ പക്ഷേ പെട്രോൾ ബേസിൻ്റെ പ്രൈസും അതുപോലെ നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ പ്രൈസും തമ്മിൽ തന്നെ 3.15 lakhs-ൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് പോയിരിക്കുന്നത്.
ഇനി നമുക്കിതിൻ്റെ വെയിറ്റ് പോയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെല്ലാം കർവ് വെയിറ്റ് ആണ്, അതായത് വണ്ടിയുടെ വെയിറ്റ് മാത്രമേ ഉള്ളൂ, ആൾക്കാരിരിക്കുന്ന സമയത്ത് ഗ്രോസ് വെയിറ്റ് നമ്മൾ കൂട്ടിയിട്ടില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഇപ്പോൾ ഈ ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ഹെവി ആയിട്ടുള്ള സ്വിഫ്റ്റ് ജെൻ 1 സ്വിഫ്റ്റ് ആണ്. 1010 കിലോ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ വ്യത്യാസം. സെക്കൻഡ് ജെൻ ഇറക്കിയപ്പം അവർ വെയിറ്റ് കുറച്ചു, 45 കിലോളാണ് സെക്കൻഡ് ജെൻ മോഡലിൽ വെയിറ്റ് ലോസ് വന്ന് 965 കിലോ ആയിരുന്നു അതിൻ്റെ വെയിറ്റ്. അത് കഴിഞ്ഞ് തേർഡ് ജെനിലേക്ക് വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റിയത്. 60 കിലോ ആണ് ഒരു കുറച്ച്. ആൻഡ് 905 കിലോ ആയിരുന്നു നമ്മുടെ തേർഡ് ജനറേഷൻ മോഡലിൻ്റെ വെയിറ്റ് വന്നത്. അതുപോലെ ഫോർത്ത് ജനറേഷനിലേക്ക് വന്നപ്പം സാധാരണ കണ്ടുവരാത്ത രീതിയിൽ അവർ വെയിറ്റ് കൂട്ടി. അത് ഇപ്പോഴത്തെ സുസുക്കി വണ്ടികളുടെ പൊതുവെ ഒരു ട്രെൻഡാണ്. ബലേനോയുടെ വെയിറ്റും അവർ ഇതുപോലെ തന്നെ കൂട്ടിയായിരുന്നു പുതിയ മോഡൽ ഇറക്കിയ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന വണ്ടിക്ക് 925 കിലോ ആണ് വെയിറ്റ് വരുന്നത്. അതായത് ഇവിടെ 20 കിലോ അവർ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം വന്ന സ്വിഫ്റ്റും അതുപോലെ തന്നെ ഈ തേർഡ് ജെൻ സ്വിഫ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 105 കിലോയുടെ ഡിഫറൻസും, ആദ്യം വന്ന സ്വിഫ്റ്റും ഇപ്പോൾ വരുന്ന ഫോർത്ത് ജെൻ സ്വിഫ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 85 കിലോ വെയിറ്റിൻ്റെ ഡിഫറൻസും വന്നിട്ടുണ്ട്. അതൊരു ചെറിയ ഡിഫറൻസ് അല്ല. പല കമ്പനികളും ഇപ്പം സ്പോർട്സ് കാർ മാനുഫാക്ചറേഴ്സ് ഒക്കെ മാക്സിമം വെയിറ്റ് കുറയ്ക്കാനായിട്ട് സീറ്റ്സും അതുപോലെ മിറേഴ്സും അങ്ങനെ പല സാധനങ്ങളും കാർബൺ ഫൈബർ ആക്കി 10-20 കിലോ ഒക്കെ ലാഭിക്കാറുണ്ട്. അവിടെയാണ് നമ്മുടെ മാരുതി സുസുക്കി ഫസ്റ്റ് ജനറേഷൻ ടു ലാസ്റ്റ് ജനറേഷൻ വരെ നമ്മൾ നോക്കുമ്പോൾ 85 കിലോ വരെ, അല്ലെങ്കിൽ തേർഡ് ജനറേഷനിൽ 105 കിലോ വരെ വെയിറ്റ് കുറച്ചിരിക്കുന്നത്. പിന്നെ ഈ വെയിറ്റ് കുറയ്ക്കുന്ന മൈലേജ് കൂട്ടാൻ വേണ്ടിയാണെന്നാണല്ലോ. അപ്പോൾ പിന്നെ നമുക്കിനി മൈലേജ് നോക്കാം. ജെൻ 1 സ്വിഫ്റ്റിൻ്റെ ക്ലെയിംഡ് മൈലേജ് പെട്രോളിന് മാത്രം ജസ്റ്റ് 12.36 kmpl ആയിരുന്നു. അതെ, ജസ്റ്റ് അത്ര മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ക്ലെയിം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്റ്റ് ഡബിളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് സെക്കൻഡ് ജെനിലേക്ക് വന്നപ്പോഴേക്കും 20.4 kmpl ആയി അതിൻ്റെ ക്ലെയിംഡ് മൈലേജ്. എന്ന് വെച്ചാൽ ഒരു ജനറേഷൻ വ്യത്യാസത്തിൽ 8.04 kmpl വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ എഞ്ചിനും കൂടെയാണ്. ജെൻ 1 സ്വിഫ്റ്റിൽ G13B എന്ന് പറഞ്ഞ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. അത് 1.3 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ജെനിലേക്ക് വന്നപ്പോഴേക്കും അവർ K12 സീരീസിൽ വരുന്ന K സീരീസ് എഞ്ചിനാക്കി. അത് കുറച്ചും കൂടെ സ്മൂത്തും അതുപോലെ തന്നെ കുറച്ചും കൂടെ എഫിഷ്യൻറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഇത്രയും വലിയൊരു മൈലേജ് ഡിഫറൻസ് വന്നത്. ഈ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും അവർ ഈ എഞ്ചിൻ കൊടുത്തായിരുന്നു, ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നായിരുന്നതിൻ്റെ ആ സമയത്ത്. ആൻഡ് തേർഡ് ജെനിലേക്ക് വന്നപ്പോൾ പിന്നെ മൈലേജ് കൂട്ടി 2.16 kmpl വ്യത്യാസം വന്നു. ആൻഡ് 22.56 kmpl ആയി ഇതിൻ്റെ ക്ലെയിംഡ് മൈലേജ്. ഏറ്റവും വ്യത്യാസം കാണാൻ പറ്റുന്നത് നമ്മുടെ ഫോർത്ത് ജനറേഷൻ മോഡലിൽ തന്നെയാണ്. 25.75 kmpl വരെയാണ് ഇതിൻ്റെ മാക്സിമം മൈലേജ് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് പോയിരിക്കുന്നത്. ഇത് പണ്ടത്തെ ഡീസലിന് പോലെ ഒരു ഇത്രയും മൈലേജ് ക്ലെയിം ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഈ പുതിയ Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വെച്ച് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ തേർഡ് ജെൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വരെ 3.19 kmpl ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി വെയിറ്റ് കുറച്ചതുകൊണ്ട് മൈലേജ് കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തേർഡ് ജെൻ ടു ഫോർത്ത് ജെൻ ഇവർ വെയിറ്റ് കൂട്ടുകയാണ് ചെയ്തത്. ആൻഡ് സോ അപ്പോൾ അത്യാവശ്യം അവർ എഞ്ചിന് തന്നെ നമ്മൾ അവർ കൈയടി കൊടുത്തേ പറ്റൂ ഇത്രയും മൈലേജ് ഇമ്പ്രൂവ് ആയി കിട്ടിയതിന്. പിന്നെ ഇവർ ഈ 3 സിലിണ്ടർ എഞ്ചിൻ ഉപയോഗിക്കാനുള്ള റീസൺ ജസ്റ്റ് മൈലേജ് മാത്രമല്ല, എമിഷൻസിനും അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. 4 സിലിണ്ടർ എഞ്ചിനാകുമ്പോൾ മൊത്തത്തിലുള്ള എമിഷൻസ് ഇത്തിരി കൂടെ കൂടുതലായിരിക്കും. ഇതിപ്പോൾ 10% ഇതിന് എമിഷൻസ് കുറവാണ് എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ പുതിയ വണ്ടിയുടെ പവറും കുറവാണ്. 82 PS മാത്രമാണ് ഇതിന് പവർ വരുന്നത്. ജെൻ 1 മോഡലിന് പവർ 88 bhp ആയിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാം. ഈവൻ ജെൻ 1 സ്വിഫ്റ്റ് 0 to 100 എത്താൻ ജസ്റ്റ് 12.9 seconds ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഈ വണ്ടി 14.5 secondsലാണ് 0 to 100 എത്തുന്നത്. എന്ന് വെച്ചാൽ ജനറേഷൻ ടു ജനറേഷൻ ഇവർ വണ്ടി സ്ലോ ആക്കി എഞ്ചിൻ്റെ പവറും കുറച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന്. പക്ഷേ ഇതിനകത്ത് മാറ്റം വരാത്ത ജനറേഷൻ 1 to ജനറേഷൻ 4 വരെ ആ ഒരു ഫൺ ടു ഡ്രൈവ് നേച്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. എനിവേ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.